അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോനെ എങ്ങോട്ടാടാ എന്നെ കൊണ്ടുപോകുന്നത്? ആസിഫിനോട് അതാ നമ്മുടെ ഷമീറിന്റെ ഉമ്മ പറയുന്നു. ഉമ്മ നിങ്ങൾ ടൂറ് കൊണ്ടുപോവാണ് അല്ലടാ ഷമീറെ. എനിക്കറിയില്ല എൻ്റെ ഉമ്മ, ഓൻ്റെ ഒരു വികൃതിയാണ് ഇതൊക്കെ. പൊന്നു മക്കളെ എങ്ങോട്ടാ എന്നെ മാറ്റി ഒരുക്കി നിങ്ങൾ കൊണ്ടുപോണത്? എനിക്കിപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കഴിഞ്ഞോളാം. നിങ്ങൾക്കിപ്പോൾ എന്തിൻ്റെ പുറംലോകം കാണിക്കുക അത്ര വലിയൊരു പൂതി? എൻ്റെ പൊന്നുമ്മ, എനിക്ക് ഏതായാലും ഉമ്മല്ല. അപ്പോൾ എനിക്കെൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയെങ്കിലും ഒന്ന് ടൂറ് കൊണ്ടോണ്ടേ? പൊന്നാരൻ്റെ കുട്ടികളെ എവിടേക്കെങ്ങനെ ടൂറ് കൊണ്ടുപോകണത്? അതൊക്കെ ഉണ്ടും, അതൊക്കെ സർപ്രൈസാണ്, ടൂറൊന്നും അല്ല. എന്നാൽ ഷമീർ അതാ ആസിഫിനെ നോക്കി, എന്തിനാടാ ഇങ്ങനെയൊക്കെ എന്നുള്ള ഇത് അതൊക്കെ ഉണ്ട്, അല്ലാതെ ഉമ്മ വരുമോ? ഉമ്മക്ക് പെണ്ണ് കാണിച്ചു കൊടുക്കണ്ടേ, മരുമകളെ കാണിച്ചു കൊടുക്കണ്ടേ? എന്തായാലും അങ്ങനെ ഏതാ അവർ അല്പസമയം യാത്ര കഴിഞ്ഞു. അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. ആസിഫ് പറഞ്ഞു, അതെ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങണം. പൊന്നു മോനെ, എന്താണ് എൻ്റെ ഷമീർ, എൻ്റെ പൊന്നു മോനക്കൊരു കൂട്ടിനിക്കിപ്പോൾ രണ്ട് ആൺകുട്ടികളുള്ള പോലെ, ഒന്ന് ഇയ്യും ഒന്ന് ഓനും. മാഷാ അല്ലാ അൽഹംദുലില്ലാ എല്ലാത്തിനും ഉണ്ടാവും. ഉമ്മ വരി, ഉമ്മ ഒന്ന് റിലാക്സ് ആ, ഒരു ചായയൊക്കെ കുടിക്കുക. എൻ്റെ പൊന്നാര കുട്ടിയാ ഒന്നും മാണ്ടേ. ഉമ്മ പുറത്തുനിന്ന് ചായ കുടിക്കാറില്ലല്ലോ. ഇല്ല പൊന്നാര, ഞമ്മക്ക് ആടും കോയും കൃഷിയൊക്കെ ആകുമ്പോൾ എങ്ങനെയാ മനെ പുറത്തേക്ക് പോക ഒഴിവ്? ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ പൊന്നാര കുട്ടിയെ. എന്നാൽ അതാ അവർ ആ ചായക്കടയിൽ കയറി. ഉമ്മക്ക് എന്ത് ചായ വേണ്ടത്? ലൈറ്റ് ചായ വേണോ, പാൽ ചായ വേണോ, പിന്നെ എന്ത് രീതിയിലുള്ള വേണ്ടത്? ജ്യൂസ് വേണോ? പൊന്നു കുട്ടിയെ, എന്നാൽ എനിക്കൊരു അര ഗ്ലാസ് കട്ടൻ ചായൻ്റെ വെള്ളം മതി. എന്നും ഈ പാലിങ്ങനെ കുടിച്ചല്ലേ, അല്ല പാല് ആട്ടുംപാൽ ഇറന്ന ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ പാൽ ചായ ഒന്നും വേണ്ട, കട്ടൻ ചായൻ്റെ വെള്ളം മതി. എൻ്റെ ഉമ്മ, അല്ല ഉമ്മക്ക് എന്താ സാൻഡ്വിച്ച് ഉണ്ട്, ഷവായ ഉണ്ട്, ബർഗർ ഉണ്ട്, ഇതിലേതാ ഉമ്മക്ക് വേണ്ടത്? പൊന്നാര കുട്ടിയെ, എനിക്ക് എന്നാ ഒരു പരിപ്പ് വട അത് മതി. വല്ലാത്തൊരു പുതുമ തന്നെ, കുട്ടീൻ്റെ ഒരു പൂതി. അത് ഉമ്മ, എനിക്ക് ഉമ്മാനെ കൊണ്ടെടുക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ നിങ്ങളെങ്കിലും ഞാൻ ഒന്ന് കൊണ്ടെടുക്കട്ടെ. ഷമീറിൻ്റെ മനസ്സിൽ സന്തോഷം. അതെ, എനിക്ക് പഠിച്ച റബ്ബ് ഒരു കൂടപ്പിറപ്പിനെ തന്ന പോലെയാണ് അവൻ വിചാരിക്കുന്നത്. പഠിച്ചവനെ, ഈ സ്നേഹം നീ എന്നും നിലനിർത്തണേ അല്ലാ. അങ്ങനെതാ ആ ഉമ്മക്ക് കട്ടൻ ചായയും പരിപ്പ് വടയും. എന്നാൽ ഉമ്മ അത് കഴിച്ചപ്പോൾ കണ്ണുകൾ നിറയുന്നത് അതാ ഷമീർ ശ്രദ്ധിച്ചു. ഉമ്മ എന്തു പറ്റി? എന്താ? ഒന്നുമില്ലടാ, എൻ്റെ ഉപ്പ എനിക്ക് പരിപ്പോടെ കൊണ്ടുവന്ന് തരുമായിരുന്നു ചൂടോടുകൂടി. ഇത് കഴിച്ചപ്പോൾ അതാണ് മോനെ ഓർമ്മ വന്നത്. ഉമ്മ കരയല്ലേ? എന്നാൽ സഫീർ ഓടിയത് എന്തു പറ്റി ഉമ്മ? അല്ലേ, ഉമ്മ പഴയ കാലം ഓർത്താണ്, ഉപ്പുള്ള കാലത്തൊക്കെ. അങ്ങനെ ഏതായാലും ഉമ്മക്ക് അതൊക്കെ ഒന്ന് ഓർക്കാനായല്ലോ. അല്ലാതെ ഇപ്പോൾ ആ ഒരു വീടും ആ ഒരു ആടുകളും കൃഷിയും ഇത് മാത്രമാകുമ്പോൾ എന്താ ഉമ്മ അങ്ങനെ ശരിയാവോ? പൊന്നാര കുട്ടിയെ, നിങ്ങളൊക്കെ സ്നേഹം തരാണ്ടല്ലോ. അങ്ങനെ അവർ ചായ കുടിച്ച് ഓരോന്ന് സംസാരിച്ചു. പൊന്നു മോനെ, എന്ത് രസാലാടാ അവിടെയൊക്കെ കാണാൻ, നല്ല പാടും അപ്പുറത്തൊരു വീടും ഒക്കെ ആയിട്ട് നല്ല സ്ഥലമല്ലേ മോനെ? ഉമ്മ, ഇതൊന്നല്ല, കാണാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഷമീറെ, നമുക്കൊരു സുമ്മാനെ നല്ലൊരു ടൂർ കൊണ്ടുപോകണം കേട്ടോ. ഇന്ന് റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്തണം. എൻ്റെ പൊന്നാര കുട്ടികളെ, ഇനി ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് ഇപ്പോൾ ഞാൻ ഇതിനെടുക്കുക? എൻ്റെ ഉമ്മ, നിങ്ങൾ ഭർത്താവ് മരിച്ചെന്ന് വിചാരിച്ച് വയസ്സായി എന്ന് ആരാ പറയുന്നത്? അങ്ങനെ ആരും പറയൂല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വയസ്സാകുന്നില്ല. മറിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നുകൂടെ ഒരു ഉത്സാഹം പഠിച്ചോ കൊടുക്കും. ഉമ്മക്കതുണ്ട്. ഉമ്മ കൃഷിയും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് നടക്കണില്ലേ, അതൊക്കെ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം തന്നെയല്ലേ? ശരിയാണ് മോനെ അതൊക്കെ. എന്നാലും എനിക്ക് പഠിച്ചോ അങ്ങനെ ഒരു കുട്ടീനെ തന്നതും വലിയ ഭാഗ്യം. എന്നാലും എൻ്റെ കുട്ടി പോലീസ് ഉദ്യോഗസ്ഥനാകാൻ കാരണക്കാരെയ്യാണല്ലോ. കുട്ടിക്ക് നല്ല പൂതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നല്ലോണം പള്ളി ദർസിൽ ഓതിക്കണ്, അതും പഠിച്ചിക്കണ്. പിന്നെ പോരാത്തിന് എൻ്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ പോലീസ് ആകാനുള്ള പൂതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു മോനെ നമ്മളൊക്കെ എങ്ങനെ ആകാൻ, ഉമ്മ പഠിച്ച് നേടിയെടുക്കണം എന്നൊക്കെ അന്ന് തന്നെ അവന് കുറേ ഈ കണ്ണി കണ്ട പുസ്തകങ്ങളും പത്രവും എല്ലാം വായിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. PSCൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമോനെ. എനിക്കത് മോനാകും നമുക്ക് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കേനു. പിന്നെ നമ്മൾ അയൽവക്കത്തുള്ള സൈഫുദ്ദീനും ഓൽക്ക് PSC എഴുതി കിട്ടി, പോലീസിൽ ജോലി ആകാൻ വേണ്ടി നോക്കിയപ്പോഴേ പേര് കണ്ടിട്ട് ഇയാൾ മാറിക്ക് എന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ പറഞ്ഞിക്കണ ഞാൻ തോന്നുന്നു എന്നോട്, സൈഫുദ്ദീൻ എന്നുള്ള പേരിൽ മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട്
ദീന് എന്നുള്ള പേരുണ്ടായതുകൊണ്ട് മുസ്ലിം ആയാലും പോലീസ് ആകണ്ട, പട്ടാളത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും മാറ്റം കാട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ പാവ കുട്ടിയുടെ പോസ്റ്റ് ഓഫീസിൽ എത്ര പ്രതീക്ഷയോടെ പഠിച്ചുണ്ടാക്കിയതേനു, എന്താ ചെയ്യുക, ആ കേതെപ്പോഴും മാറിയിട്ടില്ല. മൂക്കിന് പാലത്തിന് ഒരു ചെറിയൊരു മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ട് പറഞ്ഞാൽ അതും ഓപ്പറേഷൻ ചെയ്ത് എത്രയോ പൈസ കെട്ടി. അതൊക്കെ കെട്ടി ഇടങ്ങാറായിട്ട് എന്താ അപ്പം ആ കുട്ടി അപ്പം ആ കുട്ടി നല്ല വേദന ഉണ്ട്. അപ്പം മുസ്ലിങ്ങളോടൊരു അനീതി പലരും കാണിക്കുന്നുണ്ട്. ഏതായാലും പടച്ചിറബ് കാക്കട്ടെ. ഏതായാലും എൻ്റെ കുട്ടി ഇത്രയും പെട്ടെന്ന് ഇതിലേക്ക് കയറിയല്ലോ. ഉമ്മ അതിന് കാരണക്കാർ ഇതാ ഇയാളാണ്. എന്താ, ഞാൻ ഒരുപാട് കാലത്ത് ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടിപ്പോൾ എന്താ അറിയില്ല. കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അപ്പുറത്ത് അനീതി നടക്കുകയാണ്. അതായത് പണം കൊണ്ട് എറിഞ്ഞുകാണ്ടേ എല്ലാവരുടെയും, ഞാൻ ഒന്നും പറയണില്ല, നമ്മളെ കാലൊക്കെ അങ്ങനെയാണ്. പണം ഉണ്ടായി അതിന് വല്ല പരുന്തും പറക്കില്ല എന്നൊക്കെയാണല്ലോ, ആരും രക്ഷപ്പെടും, അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. അല്ല മോനെ, ഇനിയിപ്പോൾ എവിടുക്കാ പോണത്? ഇനിയാണ് ഉമ്മ സർപ്രൈസ്. ശരിക്കും അതാ ആ ഉമ്മ ഞെട്ടി. പൊന്നാര് കുട്ടികളെ എങ്ങനെ എവിടുക്കുക? അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ഉമ്മ മനോഹരമായ കാഴ്ചകളെല്ലാം നോക്കി. പഠിച്ചവൻ എന്തൊക്കെയാ ദുനിയാവിൽ കാണാണ്ടല്ലേ. ഇതൊക്കെ അതേ ഉമ്മ സീറൂഫിൽ അറിയില്ലെന്നല്ലേ മോന് ഇത്രയും ദിവസമൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എടാ ഷമീർ, ഈ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ സീറൂഫിൽ അറിയില്ലെന്നാണ്. എന്താ, ഭൂമി മുഴുവനും നിങ്ങൾ ചുറ്റിക്കാണുക, ഭൂമിയിലുള്ള അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ കാണണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ അത്ഭുതങ്ങളും കാണണം. അതാണ് സീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമി മുഴുവനും ചുറ്റിക്കാണുക. അത് ഖുർആനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ ഇപ്പോഴത്തെ എല്ലാ ഉസ്താദുമാരും ഫാമിലിയൊക്കെ എപ്പോഴും ടൂറാണ്. കാരണം എന്താ, ഭൂമി മുഴുവൻ ചുറ്റിക്കാണണല്ലോ, അതിനും വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും സാധാരണക്കാരത്ര പോകണില്ല. ഇപ്പോൾ എല്ലാത്തിനും ഉസ്താദുമാർ അറിവുള്ളവരാണ് ടൂറൊക്കെ പോകുന്നത്. കാരണം എന്താ, അവർക്കറിയാം അള്ളാഹു സൃഷ്ടിച്ച അനുഗ്രഹങ്ങളൊക്കെ കാണണ്ടേ. എൻ്റെ പൊന്നാര കുട്ടി, ഏതായാലും എൻ്റെയൊക്കെ വർത്താനം ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആസിഫിനെ. എന്നാൽ അല്പസമയം യാത്ര ചെയ്തപ്പോൾ അതാ വലിയൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് ആ വാഹനം ചെല്ലുന്നു. എവിടുക്കാ മോനെ? ആ വലിയ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നു. എന്നാൽ അതാ ഗേറ്റിനടുത്തേക്ക് ആ വാഹനം എത്തിയതും ഗേറ്റ് ഓട്ടോമാറ്റിക്കലി രണ്ടു ഭാഗത്തേക്കുമായി മാറുന്നു. ശരിക്കും ഉമ്മ അത്ഭുതപ്പെട്ടു. ആരും തുറക്കാനൊന്നുമില്ലല്ലോ, പിന്നെ ഇപ്പം എങ്ങനെ ഗേറ്റ് തുറന്നത്? ഇവിടെ എന്താ മോനെ, ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും ആണോ? അല്ലുമ്മ, നമുക്ക് കാണാം. അങ്ങനെയതാ ആ വലിയൊരു ഗേറ്റ് ഓപ്പൺ ആകുന്നു. അവിടെ അതിനകത്ത് ഒരു വെള്ളക്കൊട്ടാരം, തൂവെള്ളക്കൊട്ടാരം പോലെ ഒരു വീട്, ചുറ്റുഭാഗത്തുമായി പച്ചപ്പ് വിരിച്ചതുപോലെയുള്ള പുൽത്തകിടുകളും ചെടികളും സെറ്റാക്കിയിരിക്കുന്നു. അത് ഗേറ്റിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഈത്തപ്പഴ മരങ്ങൾ, ശരിക്കും ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുന്നു. എന്നാൽ ഉമ്മ അത്ഭുതപ്പെട്ടു. ഉമ്മ, മോനെ, നമ്മളെ നാട്ടിലെ ഈത്തപ്പഴം? അതെ ഉമ്മ, അതെ, കണ്ടില്ലേ ഈത്തപ്പഴം കുലച്ച് കായ്ച്ചു നിൽക്കുന്നു. അല്ല മോനെ, ഇതിപ്പോൾ ആര് വീടാ? ശരിക്കും അത് കേട്ടപ്പോൾ അതാ ആസിഫ് പറഞ്ഞു പതുക്കെ, ഉമ്മാൻ്റെ മരുമകളുടെ വീട്. എന്നാൽ ഉമ്മ ഒന്ന് പോടാ, നിന്നെ കളിയാക്കണ പണി എനക്കുള്ളൂ. എന്താ ഉമ്മക്ക് വിശ്വാസമില്ലേ? ഉമ്മാൻ്റെ മരുമകളുടെ വീടാണ്. എൻ്റെ പൊന്നാര കുട്ടിയെ, ഞമ്മക്കിതൊക്കെ സ്വപ്നത്തിൽ കാണാൻ പോലുള്ള ഭാഗ്യമില്ല. ഇങ്ങോട്ടല്ല ഇപ്പം അത്. ഉമ്മ, അതൊക്കെ ഉണ്ട്, നമുക്ക് പോവുക. എന്തായാലും ഇവിടെ എന്താ ഏതൊക്കെ നോക്കാലോ. അങ്ങനെ ഏതാ ഉമ്മയും കൈ പിടിച്ചുകൊണ്ട് ഷമീർ പിന്നിലായിട്ട്, മുന്നിൽ അതാ നമ്മുടെ ആസിഫ് സാറ്. എന്നാൽ പെട്ടെന്ന് അതാ ഇവർ വരുന്നത് ക്യാമറയിൽ കണ്ട അവിടെ നിന്ന് DGP സാറ് ഇറങ്ങി വരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്നാൽ ഉമ്മ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ റബ്ബേ, അന്ന് നമ്മളെ പോരേക്ക് വന്ന DGP സാറോ? മാഷാ അല്ലാ, ഇങ്ങളെ വീടായിരുന്നത് ഇവരെന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് അല്ലാ. എന്നാൽ അപ്പോഴേക്കും ഭാര്യയും ഓടിയെത്തുന്നു. അല്ലാ പഠിച്ചവനേ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആ ഉമ്മയെ അവർ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ചേർത്ത് പിടിച്ചു. ഉമ്മ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആ സുഖാണല്ലോ. അപ്പം നിങ്ങളെ വീടായിരുന്നില്ലത്. ഞാൻ പറയായിരുന്നു എവിടേക്കാ മക്കൾ എന്നെ കൊണ്ടുപോകണത്, ഇവർ പറയണില്ലേ. ആ ഉമ്മ, ഇരിക്കിങ്ങൾ. അല്ല, ശരിക്കും അതാ ആ ഡൈനിങ് ഹാളിലെ ആ ഒരു വലിയ പതുപതുത്ത സോഫയിൽ ഇരിക്കുവാൻ വേണ്ടി ഉമ്മയോട് ചൂണ്ടിക്കാട്ടി. ഉമ്മ അതിൽ ഇരിക്കണോ ഇരിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഒന്ന് അറച്ചു നിന്നു. ഒന്നുമല്ല റബ്ബേ, പാവങ്ങൾക്കൊക്കെ ഈ ഒരു സോഫയിലൊക്കെ ഇരിക്കാൻ
ഉമ്മ ഇരിക്കി എന്ന് പറഞ്ഞ് ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മ അവിടെ ഇരുത്തി. എന്നാൽ നമ്മുടെ ആയിഷ അങ്ങോട്ട് വന്നില്ല. ആയിഷക്ക് എന്തോ അറിയില്ല, അവൾ അവിടെ അകത്ത് തന്നെയായിരുന്നു, മുകളിലത്തെ റൂമിൽ. ഉമ്മയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അല്ലുമ്മ, ആടിൻ്റെ പാലൊക്കെ കറന്നു കഴിഞ്ഞോ? പൊന്നുമോ മോളെ, അതൊക്കെ മോന് കറക്കൂല രാവിലെ, പിന്നെ വൈകുന്നേരം ഒരു കറവുണ്ട്, അപ്പോഴേക്കും അങ്ങോട്ട് എത്തണം. ആ, കാടമുട്ടയും കോഴിമുട്ടയൊക്കെ അതൊക്കെ എമ്പാടുണ്ട്. ആ, അന്ന് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ കയ്യിൽ തന്നത് മോൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടു. എന്നോട് മോള് പറഞ്ഞു, ഉമ്മ ഈ നാടൻ മുട്ടല്ലേ എന്ത് രസമാണ് കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ പീടികയിൽ വാങ്ങുന്ന വെള്ളമുട്ട അതിനൊക്കെ ഇപ്പം എന്താ ഉള്ളത്. ഏതായാലും നാടൻ മുട്ട ഭയങ്കര പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. കാണാൻ ചെറുതാണെങ്കിലും എന്താ അത് സംഭവം എന്നോ മോള് പറഞ്ഞും ചെയ്തു. കുറച്ചും കൂടി കിട്ടുമോ, നമുക്ക് കുറച്ച് വിലക്ക് വാങ്ങരുതോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഞാനും ഇവരിപ്പം കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഏതായാലും ഓള് ആട്ടും പാലും നാടൻ മുട്ടയും കാടമുട്ടയൊക്കെ കൊതിച്ചതാണെങ്കിലും ഏതായാലും. എന്നാൽ അത് പെട്ടെന്ന് ഉമ്മാക്ക് മനസ്സിലായില്ല. ഉമ്മ പറഞ്ഞു, ഇൻഷാ അല്ലാ ഞാൻ കൊടുത്തേക്കണ്ട കേട്ടോ, അത് അവിടെ എമ്പാടുണ്ടാവും, എത്ര കാടുണ്ടെന്നോ. അതൊക്കെ മോൻ്റെ പണിയാണ്, എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ അയിമക്കാണ് നിൽക്കും. അപ്പോൾ ഈ നാടൻ കോഴിക്കളും ഉണ്ട്, മറ്റേ കോഴിക്കളുണ്ടായിരുന്നു, അത് പിന്നെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു നല്ല നാടൻ കോഴിക്കളാവുമ്പോഴേ പുറത്ത് കണ്ട് വിടും. നമുക്ക് കൂട്ടിലിട്ട് അടക്കണം എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ പുറത്ത് കണ്ട് വിട്ടാൽ ഓളെല്ലാം കുത്തിപ്പെറുക്കി തിന്നിട്ട് നല്ല പോഷകമൂല്യമായ മുട്ട കിട്ടുമല്ലോ. അതാണ് ആൾക്കാർക്ക് ആവശ്യം. വിലയും കൂടുതൽ അതിനാണ്. കാണാൻ വലിയതൊന്നും ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര പവറാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ അതിൻ്റെ ശക്തി എത്ര നേരം ഉണ്ടാവുന്നോ. ഉമ്മ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ച്. മോനെ ഷമീറേ, മോനെ. ആ ഉമ്മ, അല്ലേ ഞമ്മക്കേ കുറച്ച് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ വരുന്ന അറിഞ്ഞില്ല പൊന്നാര കുട്ടികൾ, നിങ്ങൾ എന്തിനോട് മിണ്ടാഞ്ഞത്? മോനെ ആസിഫേ, എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെയിരുന്നു ഇങ്ങട്ടാന്നുള്ളത്. ഉമ്മ പറഞ്ഞപ്പോൾ വന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര മക്കളെ. അല്ലേ അവിടെ കാടമുട്ട ഉണ്ട്, നാടൻ മുട്ട ഉണ്ട്. ഞാനിങ്ങനെ കിട്ടുന്ന മുട്ടയ്ക്ക് ഒരു കുടുക്കിയിൽ അരിയിൽ അവിടെ ഇട്ട് വെക്കും. എന്നാൽ പിന്നെ ആവശ്യക്കാർക്ക്. പക്ഷേ കടക്കാർക്ക് നാടൻ മുട്ട ഓൽക്കതുപോലെ അങ്ങനെ ഇങ്ങനെ ഇത് പ്രസവിച്ചോടത്തൊക്കെ കൊണ്ടുപോകല്. നാടൻ മുട്ട പ്രസവിച്ചോടത്തൊക്കെ കൊണ്ടുപോകും. പിന്നെ അങ്ങനെയൊക്കെ ഈ പോഷകം കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തെ ടൈമിൽ അതിനൊക്കെ കൊണ്ടുപോകും. എല്ലാവരും ഭയങ്കര വീര്യമാണ്. അപ്പം ഞാൻ നാടൻ, എനിക്കൊരു 5-8 കോഴിക്കളും ഉണ്ട്. അപ്പം ഞാൻ അവനോട് പറയും കുറച്ചും കൂടിയും കുട്ടികൾ വിരിഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ 1-2 കൊടുക്കും. ആളുകൾ ചോദിക്കുമ്പോൾ, നാടൻ കോഴിക്കൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കണതാണ്. അപ്പോൾ പിന്നെ മുട്ട നമുക്കൊരു 5-6 ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു 8 ദിവസം കൂടുമ്പോഴൊക്കെ നല്ലൊരു മുട്ട കൊടുക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ അത് ഇവർ മിണ്ടിയിലേ, അതാണ് സംഭവം. ഇവർ വല്ലാത്തൊരു സാധനങ്ങൾ തന്നെ. എന്നോടൊരു വാക്ക് മിണ്ടിയിലല്ല നിങ്ങൾ. അവിടെ കാടമുട്ട ഉണ്ടായിരുന്നു, അതുപോലെ നാടൻ മുട്ട ഉണ്ടായിരുന്നു, ആട്ടുംപാലുണ്ടായിരുന്നു, ഒക്കെ കുറച്ചൊക്കെ ഉണ്ട് കൊടുന്നാൽ പോരേനോ. പിന്നെ വേണമെങ്കിൽ അവിടെ നല്ല തൊടുവിൽ നല്ല പാടത്ത് കൂടെ നല്ല മത്തൻ്റെ ഇളയ ഇല നല്ലോണം പടർന്ന് പിടിച്ചുണ്ടായിക്കണേ. വേണമെങ്കിൽ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിരുന്നു. ഒക്കെ ഇലകളും ഒക്കെ പച്ചക്കറികളൊക്കെ ഇപ്പം ഇങ്ങനെ വെക്കണുണ്ടായിരുന്നു. ഒക്കെ അവിടെ കാഴ്ച നിൽക്കുമ്പോൾ നല്ല രസമാണേ. അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളിൻ്റെ വിത്തൊക്കെ, തക്കാളിയൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് നല്ല രസമാണ്. ഞാൻ പറയും ചെയ്യുമ്പോൾ നമുക്കിത് കാണാനേ രസമല്ലേ. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളമിടാത്ത കുറച്ച് സാധനം എടുക്കുകയായിരുന്നു. അതിന് കേട്ടില്ലല്ലോ. എന്നാൽ ചിരിച്ചുകൊണ്ട് DGP സാറ് അങ്ങോട്ട് വന്നു. ഉമ്മ, മോൾക്ക് വളമിടാത്ത സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, ഇനി എൻ്റെ മോൾക്കും കഴിക്കാലോ. ആ, അതിന് എനിക്ക് സന്തോഷം. എവിടെ ആ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. റബ്ബേ, ആ പെണ്ണിനെ ഇതുവരെ കാണാറ്റൊരു പൊറുതി. ഓള് മോളിലായിരുന്നു, വിളിച്ച് നോക്കട്ടെ. മോളെ ആയിഷ, മോളെ ആയിഷ. ഉപ്പ വിളിച്ചു. ആ ഉപ്പ. അവൾ അത് ഒന്ന് അണിഞ്ഞൊരുങ്ങിയായിരുന്നു. ഉമ്മ പറഞ്ഞിരുന്നു മോളെ നല്ലൊരു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിന്നോണ്ടി എന്നുള്ളത്. എന്നാൽ കോണിപ്പടികൾ ഇറങ്ങിക്കൊണ്ട് മാലാഹിയെപ്പോലെ അത് ഒരു വെളുത്ത ചുരിദാർ ധരിച്ചുകൊണ്ട് നമ്മുടെ ആയിഷ ഇറങ്ങി വരുന്നു. ഒരു നിമിഷം ഷമീർ അത് കണ്ട് ഞെട്ടി. അതെ, മാലാഹയെപ്പോലെ പറന്നു വരുന്ന ആ ഒരു പെൺകുട്ടി, അവൾ ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. ശരിക്കും ഷമീർ കണ്ണെടുക്കാതെ അവളെ അങ്ങ് നോക്കി. ആസിഫ് പറഞ്ഞു, നോക്കടാ എൻ്റെ മാലാഖത വരുന്നേ. എന്നാൽ നേരെ ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോളെ. എൻ്റെ കുട്ടി പോയതിൻ്റെ ശേഷം സത്യം പറയാലോ, അന്ന് മുതൽ ഞാൻ ഷമീറിനോട് പറയും, നല്ലൊരു മോളില്ലേ. ഏതായാലും ആ മോള് നല്ലൊരു മോള്. ഓള് എത്ര വലിയ DGP സാറിൻ്റെ മോളായിട്ട് ഇത്രയും വലിയ കൊട്ടാരം ഇതൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് അതല്ലല്ലോ.
താഴ്മയോടെയുള്ളൊരു മോളുടെ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മോളെ സുഖല്ലേ മോളെ എനിക്ക്? ഉമ്മ അൽഹംദുലില്ലാ. ഓ എൻ്റെ കുട്ടീനെ കാണാനായല്ലോ മോളെ, ഒന്നും ഉമ്മ എടുത്തില്ലേ. മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു. ഇവര് മിണ്ടിയില്ലേ, ഇങ്ങോട്ടൊന്നും മിണ്ടിയില്ല. മിണ്ടിയാലും ഉമ്മ വരൂല. എന്നാലും ഇപ്പം അങ്ങനല്ലല്ലോ. എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറ് മോളെ. മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഉമ്മ. എന്നാൽ അവൾ ഉമ്മയുടെ തോളിലൂടെ കൈയിട്ട്, അത് ശരിക്കൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ. ഉമ്മ ഏതായാലും ഉമ്മാനെ കാണാൻ പറ്റില്ല, എന്നെ വലിയൊരിത്. അല്ല മോളെ, ഇനി എന്നാ മോൾ അങ്ങോട്ട് വരിക? പിന്നെ ശരിക്കും ഉമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഒരു നിമിഷം ആ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്ന് ആഗ്രഹിച്ചു വന്നു. പഠിച്ചോനെ, എന്തുമ്മ എന്നെ നോക്കുന്നത്? ഒന്നുമില്ല മോളെ, എനിക്ക് ഉമ്മക്ക് എന്തൊക്കെയോ അവളോട് തുറന്നു പറയണമെന്ന് തോന്നി. പക്ഷേ ഉമ്മ അറിയുന്നില്ലല്ലോ അവളെ പെണ്ണ് കാണാൻ വന്നതാണെന്നുള്ളത്. എന്നാൽ ആയിഷയുടെ മുഖത്തേക്ക് തന്നെ ഉമ്മ നോക്കി. ഉമ്മയുടെ മനസ്സിനുള്ളിൽ മറ്റൊന്നും അല്ലായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോന് വേണ്ടി. പഠിച്ചോനെ, ഇവളൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കോ ഒരുപക്ഷെ ആ ഉമ്മ ആഗ്രഹിച്ചത്. എന്ത് ഉമ്മ എന്നെങ്ങനെ നോക്കുന്നത്? മോളെ ഒന്നുമില്ലടി, എൻ്റെ കുട്ടി ഞാൻ എന്നമ്മാൻ്റെ അടുത്തേക്ക് വരിക. ഉമ്മ, ഉമ്മാൻ്റെ വിറകടുപ്പിലുണ്ടാക്കിയ ചോറും കറികളും, ഉമ്മാൻ്റെ വിറകടുപ്പിൽ ചുട്ടെടുത്ത പഴവും, പിന്നെ ആ ഒരു പത്തിരിയും, അതൊക്കെ ആ വറുത്തരച്ച ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും, അതൊക്കെ കഴിക്കാൻ ഞാൻ ഒരു ദിവസം വരുന്നുണ്ടമ്മ. പൊന്നു മോളെന്ന് തന്നെ പോരെ, ഒക്കെ അമ്മ ഉണ്ടാക്കിത്തരാം. ഉമ്മക്ക് വെച്ചുണ്ടാക്കാൻ ഒരു മടിയില്ല. സാധനം കയ്യിൽ കിട്ടി എന്തും ഞാൻ വെക്കും. അതും ഇവിടുത്തെ പോലെ മിക്സിയിലൊന്നല്ല കേട്ടോ മോളെ, അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് ഞാൻ കറിക്ക് തേങ്ങ അരക്കുക. അതുമാത്രമല്ല, എനിക്കൊരു ഉരലുണ്ട്. മോൻ എന്നോട് എപ്പോഴും പറയും, ഉമ്മ മിക്സി എടുത്തൂടെ? മിക്സി ഇല്ലാഞ്ഞിട്ടല്ലേ, ഉണ്ട് മോളെ, കൊണ്ടുവന്നിക്കണ്. പക്ഷേ എനിക്കിതാ ഇനിയിപ്പോൾ ഒരു നാഴി അരിയാണെങ്കിലും ഒരു പുട്ട് ചുടുകയാണെങ്കിലും മോളെ ഒന്ന് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഒന്നിങ്ങോട്ട് വെള്ളം നല്ലോണം കഴുകി ഊറ്റിയിട്ട് അത് ഇടിക്കും. ഇടിച്ച ആ പുട്ടിൻ്റെ ടേസ്റ്റ് മോൾക്കറിയോ? മോള് കഴിച്ചിക്കണോ? എന്നാൽ അത് കേട്ടുകൊണ്ട് ഉമ്മ എങ്ങനെ, നമ്മളിപ്പോൾ ഇവിടുന്ന് വാങ്ങണ പാക്കറ്റ് പൊടി, അജ്മി പുട്ടുപൊടിയും അതുപോലെ അങ്ങനെ മലയിലൊക്കെ പറയുന്ന അത്, ആ പുട്ട് അറിയായിരിക്കും. പക്ഷേ പൊന്നുമോളെ, ഇടിച്ച് ചുടുന്ന ആ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് ഏനെങ്കിലും ഉണ്ടാവുമോ? മോൾക്ക് അത് ഉണ്ടാക്കിത്തരാം. അതിക്ക് നല്ലോണം ഞാൻ വറുത്തരച്ച ബീഫ് കറി ഉണ്ടാക്കിത്തരാം. അതിൻ്റെ കൂടെ കുറച്ച് വരട്ടിയ ബീഫും ഒക്കെ കഴിക്കാം. മോൻക്ക് നല്ല ഇഷ്ടമാണത്. ഞാൻ മെഷീനില്ലായിട്ടല്ല, എൻ്റെ കുട്ടി എനിക്ക് എന്തും കൊണ്ടുവന്ന് തരും. എന്തെന്ന് വെച്ചാൽ എന്താ, എല്ലാ മെഷീനറീസും എൻ്റെ കുട്ടിക്ക് വാങ്ങാനുള്ള കഴിവ് അൽഹംദുലില്ലാ ഉണ്ട്. ഗ്രൈൻഡർ വാങ്ങി തരണോ ചോദിച്ചാൽ, പൊന്നു മോനെ, ഈ ചെറിയ വീട്ടിൽ എന്തിനാ ഗ്രൈൻഡറിൻ്റെ ഒക്കെ ആവശ്യം ഞാൻ പറയും. ഒരു ദിവസം അതും കൊണ്ടുവന്നിക്കണം. ഇനിയിപ്പോൾ അരി ഉഴുന്നും അരച്ച് അതിൽ ആട്ടി ഉണ്ടാക്കുക. അപ്പം ഞാൻ എന്ത് കാട്ടും, അരി ഉഴുന്നും ഞാനങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട്, ആട്ടുകല്ലുണ്ടല്ലോ, ആ ഉരൽ അതിലിട്ടിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ ആട്ടിയെടുക്കും. എനിക്കതൊരു ഇഷ്ടമാണ്. അത് കുറച്ച് നേരം പുളിപ്പിക്കാനൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ചുട്ട് എന്ത് രസമാണ്. അത് ഇരുമ്പ് ചട്ടി ചുടണം വിറകടുപ്പിൽ. എനിക്ക് ആ പഴമയുടെ ആ ഒരു ഇത് എനിക്ക് വിട്ട് കളിക്കണം ഇഷ്ടമില്ല. മോൻ പറയും, നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, ഗ്യാസ് ഉണ്ട് ഉമ്മ, ഞാൻ കൊണ്ടുവന്നുതരാം. പൊന്നാര കുട്ടി, ഉമ്മ മരിക്കോളം ഉമ്മക്ക് അത് വേണ്ട. എൻ്റെ കുട്ടി വേണമെങ്കിൽ എന്താ എടുത്തോ, ഉമ്മക്ക് വേണ്ടായിട്ടാണ്. എന്തിനാണ് ഇവിടെ എനിക്ക് വിറകടുപ്പിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കണം. ഉമ്മ, ഇങ്ങക്ക് അത് ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഉമ്മ ബുദ്ധിമുട്ടില്ല. ഇല്ല മോനെ, ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഈ കാലം വരെ ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ പിടിച്ചിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാ? എനിക്കതൊരു ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഈ കുട്ടിനോട് പറയും, പൊന്നു മോള് പോരും, മോൾക്ക് എന്തും ഞാൻ ഉണ്ടാക്കി തരാം ഉമ്മ കേട്ടോ. എന്താ മോൾക്ക് വേണ്ടത്? നല്ല അരി അരച്ചിട്ടുള്ള നെയ്പ്പത്തിരി, അത് ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ ഇലയട ഉണ്ടാക്കി തരാം, നല്ല നെയ്യപ്പം ഉണ്ടാക്കി തരാം, ഒക്കെ ഉമ്മ ഉണ്ടാക്കി തരാം. ഈ വന്നാൽ മതി കേട്ടോ. വരുമോ ഉമ്മാൻ്റെ കൂടെ? സത്യം പറഞ്ഞാൽ അവളുടെ കൈ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഉമ്മ. എന്നാൽ ഷമീറും ആസിഫും അത് കണ്ട്, എടാ അങ്ങോട്ട് നോക്ക്, എൻ്റെ ഉമ്മക്ക് നല്ലോണം അവളെ പിടിച്ചിരിക്കണം കേട്ടോ, കണ്ടില്ലേ? പക്ഷേ അറിയില്ലടാ സംഭവം. എന്നാൽ ഈ നിമിഷം ഉമ്മ അവളോടായിട്ട് പറഞ്ഞു, മോള് പോരണോ? എനിക്ക് മോൾ ഒത്തിരി ഇഷ്ടമാണെടി. പക്ഷേ മോളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ.
ശരിക്കും അതാ ഉമ്മ അവളോട് എന്തോ ഒരു കാര്യം പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്തായിരിക്കും പറയാനുള്ളത് ഉമ്മാക്ക്? അവളുടെ മുഖത്ത് നോക്കിയിട്ട് അവൾ ആകാംക്ഷയോടെ അതിനുവേണ്ടി കാതോർത്തു. എന്തായിരിക്കും നമ്മുടെ ഷമീറിന്റെ ഉമ്മാക്ക് ആയിഷയോട് പറയാനുള്ളത്? അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.